തലശ്ശേരി മഞ്ഞോടി കണ്ണിച്ചിറ ഗാർഡൻസ് അപ്പാർട്ട്മെന്റിൽ നിന്നും ഉയരുന്ന കൂട്ടനിലവിളി. കുതിച്ചെത്തുന്ന ആംബുലൻസുകളും അഗ്നിശമന സേനാ അംഗങ്ങളും അപ്പാർട്ട്മെന്റിന് ചുറ്റുമുള്ളവർ പരിഭ്രാന്തരായി. ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ നടന്ന മോക്ക് ഡ്രില്ലിലെ ദൃശ്യങ്ങളാണിത്. വാർത്ത കാണാം. വൈകിട്ട് 4 മണിയോടെയാണ് ഗാർഡൻസ് അപ്പാർട്ട്മെന്റിലെ ജാസ്മിൻ ബ്ലോക്കിൽ ഷെല്ലാക്രമണവും ഇതേ തുടർന്ന് തീപിടുത്തവും ഉണ്ടായത്. ആക്രമണത്തെ തുടർന്ന് നഗരസഭ അപകട സൈറൺ മുഴക്കി. പോലീസും അഗ്നിശമന സേനയും മെഡിക്കൽ ടീമുകളും സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. അഗ്നിശമന സേനാംഗങ്ങൾ ബ്ലോക്കിലെ താമസക്കാരെ ഒഴിപ്പിച്ചു. 8 നിലയുള്ള കെട്ടിടത്തിൽ കൂടുതൽ അപകടം ഉണ്ടായ 4ാം നിലയിൽ 2 പേർ മരണപ്പെട്ടു. 5ാം നിലയിൽ 2 പേർ ഗുരുതരാവസ്ഥയിൽ. 3ാം നിലയിൽ 2 പേർ നിസ്സാര പരിക്കുകളോടെയും കുരുങ്ങിക്കിടന്നു. അപകടത്തിൽപ്പെട്ടവരെ അഗ്നിശമന സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും ചേർന്ന് ആംബുലൻസിൽ തൊട്ടടുത്ത ആശുപത്രികളിലേക്ക് മാറ്റി. മരണപ്പെട്ടവരെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്കും മാറ്റി. തലശ്ശേരി തഹസിൽദാർ എം വിജേഷിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പോലീസ് സംഘത്തിന് SI-മാരായ പ്രശോഭ്, ധനേഷ്, ASI അഖിലേഷ്, CPO-മാരായ അരുൺ, ഷിജിൻ എന്നിവർ നേതൃത്വം നൽകി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ CV ദിനേശൻ, B ജോയ്, നിഖിൽ എന്നിവരാണ് അഗ്നിരക്ഷാ സംഘത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധസമയത്താണ് രാജ്യം മുഴുവൻ ഇതുപോലെ മോക്ക് ഡ്രിൽ നടന്നത്. അതിനുശേഷം ഇത്ര വിപുലമായി ആധുനിക സംവിധാനങ്ങളോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം മോക്ക് ഡ്രിൽ നടത്തുന്നത് ഇത് ആദ്യമായാണ്.